ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കൈ മേഖലയിൽ കാണാതായവരെ കണ്ടെത്തുന്നതിനായുള്ള ജനകീയ തെരച്ചിൽ ഇന്ന് നടക്കും. രക്ഷാപ്രവർത്തകർ, ജനപ്രതിനിധികൾ, നാട്ടുകാർ സംയുക്തമായാണ് തെരച്ചിൽ നടത്തുക. അതേസമയം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമേഖല സന്ദർശിക്കാൻ കേന്ദ്ര സംഘം ഇന്ന് ജില്ലയിലെത്തും. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയും ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ലീഡറുമായ രാജീവ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വയനാട് സന്ദർശിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നാളെ വയനാട്ടിലെത്തുന്നതിനാൽ ഇന്നു മുതൽ മേഖലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇന്ന് ഈ തെരച്ചിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ വളരെ സമഗ്രമായ രീതിയിൽ കൂടുതൽ നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജനകീയ തെരച്ചിലാണ് ഇന്ന് നടക്കുക. അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര സംഘം ഇന്ന് വയനാട്ടിലെത്തും എന്നുള്ള, അല്ലെങ്കിൽ ദുരന്ത മേഖലയിലെത്തും എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു രക്ഷാപ്രവർത്തനം നടക്കുക, ഈ തെരച്ചിൽ നടക്കുക? അതോടൊപ്പം തന്നെ ഈ 6 മേഖലകൾ തിരിച്ച് തന്നെയാണോ ഇന്നത്തെ ഈ തെരച്ചിൽ നടക്കുക? തീർച്ചയായിട്ടും രാവിലെ മുതൽ 6 മണി മുതൽ രാവിലെ 11 മണി വരെയാണ് ഇത്തരത്തിൽ തെരച്ചിൽ നടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ജനകീയ തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. മന്ത്രിമാരുടെയും ഒപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും മറ്റ് രക്ഷാസേനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ രാവിലെ 6 മുതൽ ആരംഭിക്കുന്ന തെരച്ചിൽ 11 മണി വരെയാണ് നീണ്ടു നിൽക്കുക. പ്രത്യേകിച്ച് തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് ഈ പ്രദേശത്തെക്കുറിച്ച് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ജനകീയ തെരച്ചിലിന് രൂപം നൽകുന്നത്. ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവർക്ക് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിവുണ്ട്. അതുകൊണ്ട് തന്നെ ആ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് പറയുന്നത് പ്രകാരം അവർ പറയുന്ന സ്ഥലം കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ 7 മണിയോടുകൂടി മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിപ്പെടും. നമ്മളിപ്പോൾ ബേലിപ്പാലത്തിലൂടെ അങ്ങോട്ടേക്ക് കടത്തി വിടുകയാണ്. ഇന്നലെ വൈകുന്നേരങ്ങളിലൊക്കെ അല്പം മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും മേഖലയിൽ ചളി നിറഞ്ഞിട്ടുണ്ട്. അത് ഇച്ചിരി ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന കാര്യമാണ് എങ്കിൽ കൂടിയും രാവിലെ മുതൽ തന്നെ തെരച്ചിൽ ആരംഭിക്കും. അല്പസമയത്തിനകം ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്ന ആളുകൾ എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ സമയം 6 മണി പിന്നിടുകയാണ്. വിവിധ ക്യാമ്പുകളിൽ കഴിയുന്ന 190ഓളം പേര് ഈ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമാകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരും കൂടി ഇതിൻ്റെ ഭാഗമായി എത്തുകയാണ്. അപ്പോൾ പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാട്ടുകാരുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് ഇത്തരമൊരു തെരച്ചിൽ നടത്തുന്നത് ഇത് ആദ്യമാണ്. കാരണം പല ആളുകളും ഈ ദുരന്തത്തിൽ നിന്നും അതിൻ്റെ മാനസികാഘാതത്തിൽ നിന്നും മുക്തരായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ഈ നിരവധി 152 പരം ആളുകളെക്കുറിച്ചാണ് ഇപ്പോഴും യാതൊരു തിരിച്ചറിവുമില്ലാത്തത്. അവരെ കൂടി കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്ര സംഘം എത്തുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ലീഡർ രാജീവ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് വയനാട് സന്ദർശിക്കുക. ഒപ്പം തന്നെ രാവിലെ ഇവർ ഈ ചൂരൽമല, മുണ്ടക്കൈ പോലെയുള്ള പ്രദേശങ്ങളിലാണ് സന്ദർശിച്ച് അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ വേണ്ടി എത്തുന്നത്. അപ്പോൾ അതിനിടയിലാണ് നാളെ പ്രധാനമന്ത്രി കൂടി ഇവിടേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രി നാളെ 11:55 കൽപ്പറ്റയിൽ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. അദ്ദേഹം കണ്ണൂർ എയർപോർട്ടിൽ എത്തിയതിനു ശേഷം അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിൽ എത്തും. കൽപ്പറ്റയിൽ നിന്നും പിന്നീട് റോഡ് മാർഗമാണ് ഇങ്ങോട്ടേക്ക് എത്തുക, ഈ ചൂരൽമല മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തുക. പ്രധാനമന്ത്രി എത്തുന്നത് കൊണ്ട് തന്നെ ഇന്നും 11 മണി മുതൽ നാളെ വരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 11 മണി വരെ ജനകീയ തെരച്ചിൽ നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം പ്രധാനമന്ത്രി എത്തുന്നതുകൊണ്ട് ഈ നൽകുന്ന നിയന്ത്രണത്തിൻ്റെ ഭാഗമായി ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ നിന്നും ആളുകളോട് 24 മണിക്കൂറിന് മുന്നേ സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ഒഴിഞ്ഞു പോകണമെന്നുള്ള ഒരു നിർദ്ദേശം സുരക്ഷാ സേന നൽകിയിട്ടുണ്ട്. ആ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്തുകൊണ്ട് രാവിലെ 11 മണിക്കോടുകൂടി ഈ ജനകീയ തെരച്ചിൽ അവസാനിപ്പിക്കും. അതിനുശേഷം ആളുകൾ ഒഴിവാക്കിയതിനു ശേഷം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായി മേഖലയിൽ ശക്തമായ നിയന്ത്രണങ്ങളുണ്ടാവും. ആ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ടുള്ള
ഒരു ക്രമീകരണം എന്ന നിലയിലാണ് ഇന്ന് രാവിലെ 6 മണി മുതൽ തെരച്ചിൽ ആരംഭിക്കുന്നത് എന്നതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് ഇന്നലെയും വ്യാപകമായ തെരച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബോഡി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ശരീരഭാഗങ്ങൾ കൂടി കിട്ടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ തുടർച്ചയായുള്ള ദിവസങ്ങളിൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നിലേറെയോ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ ബോഡികളോ കിട്ടുന്ന സാഹചര്യത്തിൽ തെരച്ചിൽ പെട്ടെന്ന് നിർത്താൻ കഴിയുകയില്ല എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ വ്യാപകമായ രീതിയിൽ വീണ്ടും തെരച്ചിൽ നടത്തി പരമാവധി ആളുകളെ, മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ തെരച്ചിലിൻ്റെ ഭാഗമായി സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇന്നും ആ തരത്തിലുള്ള, അതായത് ആളുകളെ ജനകീയ തെരച്ചിൽ എന്ന നിലയിൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന സന്നദ്ധരായിട്ടുള്ള 190-ൽ പരം ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ തെരച്ചിലിനാണ് ഇന്ന് സർക്കാർ നേതൃത്വം നൽകുന്നത്. അനന്തു, തീർച്ചയായിട്ടും ഇതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെയും സൂചിപ്പിച്ചത്, തെരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ അല്ലെങ്കിൽ ഈ ഒരു അവസാന കണിക തന്നെ, അതായത് ഈ കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം പുരോഗമിക്കും. അതോടൊപ്പം തന്നെ ഈ ആരെങ്കിലും കണ്ടെത്താനാകുമോ എന്ന കാര്യത്തിൽ അത്തരത്തിൽ അതിൻ്റെ ഒരു അവസാന ശ്രമമാണിതെന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ജനകീയ തെരച്ചിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രാദേശിക തലത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ നാട്ടുകാരെ ഇടപെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് വയനാട് പോലുള്ളൊരു മേഖല എടുക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു ഭൂപ്രകൃതി പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പുറത്തുനിന്ന് വരുന്ന ദൗത്യ സംഘത്തിന് പലപ്പോഴും ആ പ്രദേശത്തെ പറ്റിയൊരു അറിവുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും, അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിലൊരു നടപടിയിലേക്ക് സർക്കാർ പുരോഗമിച്ചത്. എന്തായാലും ആദ്യഘട്ടം മുതൽ തന്നെ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം സർക്കാർ കാഴ്ചവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിലാണെങ്കിലും ഇത്തരത്തിലുള്ള ആക്ഷൻ പ്ലാനുകൾ മുന്നോട്ട് വെക്കുന്നതിലും സർക്കാർ അത്തരത്തിൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു. എന്തായാലും ഇപ്പോൾ 6 മണിക്ക് തന്നെ ഈ ഈ തെരച്ചിൽ ആരംഭിക്കും. 11 മണിയോടുകൂടി അത് അവസാനിപ്പിക്കും താൽക്കാലികമായെന്നാണ് സനോജ് സുരേന്ദ്രൻ അത്തരം വിവരമാണ് കൈമാറിയത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ കൂടി ഇന്നലെ കൈക്കൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ 91 സർക്കാർ ക്വാർട്ടേഴ്സ് ഈ പുനരധിവാസത്തിന് വേണ്ടി ലഭ്യമാക്കും എന്നുകൂടി ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ആദ്യഘട്ട നടപടികൾ പൂർത്തിയാകുമ്പോൾ തന്നെ ഈ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് ഇനി സർക്കാരിൻ്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആളുകളെ എത്രയും വേഗം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മാറ്റി അവരുടെ പഴയ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാണ്. അതിന് സമയമെടുക്കുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ കൂടിയും അതിനു മുൻപേ ഇവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മറ്റ് വാടക വീടുകളിലേക്കോ സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്കോ പൊതുമരാമത്ത് വകുപ്പിൻ്റെയും വനം വകുപ്പിൻ്റെയും ഒക്കെ നിയന്ത്രണത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്ക് ഈ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ള ആദ്യ കടമ്പയ്ക്കാണ് സർക്കാർ ഇപ്പോൾ രൂപം നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്ന സർക്കാർ ക്വാർട്ടേഴ്സുകൾ കഴിഞ്ഞ ദിവസം മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഉപസമിതിയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. അങ്ങനെ താറുമാറായി കിടക്കുന്ന ചില ക്വാർട്ടേഴ്സുകൾ ഉണ്ടെങ്കിൽ പോലും അവയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ എത്രയും വേഗം ഇവിടേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തിയിട്ടുള്ളത്. ആ സർക്കാർ ക്വാർട്ടേഴ്സുകൾക്ക് പുറമെ നിരവധി കുടുംബങ്ങൾക്ക് മറ്റ് വീടുകൾ കൂടി കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ സാഹചര്യത്തിൽ വാടക വീടുകൾ കൂടി കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ഊർജിതമായിട്ടുണ്ട്. കുറേയധികം വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തിയ വാടക വീടുകളിലേക്ക് കൂടി ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. കാരണം പലരും ഈ ദുരന്തത്തെ അതിജീവിച്ച് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ ഇപ്പോഴും അതിൻ്റെ മാനസികാഘാതത്തിൽ നിന്നും മുക്തരായിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേക കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ കൂടി നൽകിക്കൊണ്ട് അവരെ പഴയ ജീവിതത്തിലേക്ക് വേഗത്തിൽ മടക്കി കൊണ്ടുവരിക എന്ന ഒരു ധാരണയിൽ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വാടക വീടുകൾ കണ്ടെത്തുകയും ഒപ്പം തന്നെ ഈ പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ക്വാർട്ടേഴ്സുകൾ കണ്ടെത്തിക്കൊണ്ട് അവയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കിക്കൊണ്ട് ഈ ആളുകളെ അവിടേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുള്ളത്. അനന്തു.